ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പം 20,000 രൂപയ്ക്ക് താഴെ മേടിക്കാൻ പറ്റിയിട്ടുള്ള മികച്ച ചില ഫോണുകളെ കുറിച്ചിട്ടാണ്. 15,000 രൂപയുടെയും 20,000 രൂപയുടെയും ഇടയിൽ ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില ഫോണുകളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. പിന്നെ നമ്മൾ ഇതേ ടോപ്പിക്കിൽ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പം ഇതേ ടോപ്പിക്കിൽ വീണ്ടും വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും വേറെ വീഡിയോയുടെ ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണുന്നതായിരിക്കും നല്ലത്. കാരണം അതായിരിക്കും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ടെക് വാർത്തകൾ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനലിലോ അല്ലാന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലോ ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെയും അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിൻ്റെയൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ റെഗുലർ ആയിട്ടുള്ള ടെക് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ആദ്യം നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണ്, 15,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ഫിക്സ്ഡ് ആണെന്നുണ്ടെങ്കിൽ മോട്ടോ G54 5G എന്ന ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതിൽ 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. MediaTek Dimensity 7020 എന്ന അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറൊക്കെ വരുന്നുണ്ട്. പിന്നെ 14 5G ബാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ പിന്നിൽ 50+8 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. മെയിൻ ക്യാമറ സെൻസറിൽ OISന്റെ സപ്പോർട്ട് വരുന്നുണ്ട്. അത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എടുത്തു പറയേണ്ട കാര്യമാണ്. 16 MP സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. 6000 mAh ബാറ്ററിയും 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 15,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ ഫോൺ അവൈലബിൾ ആണ്. പിന്നെ ചില ആൾക്കാർക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ സാംസങ്ങിൻ്റെ തന്നെ ഒരു ഫോൺ വേണം എന്നുണ്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് സാംസങ് F14 അല്ലാന്നുണ്ടെങ്കിൽ M14 എന്നീ ഫോണുകൾ നോക്കാവുന്നതാണ്. രണ്ടും 5G ഫോണുകൾ തന്നെയാണ്. ഇപ്പം 15,000 രൂപയ്ക്ക് മുകളിലൊക്കെ ഒരു ഫോൺ എടുക്കുമ്പോൾ 5G ഫോൺ എടുക്കുന്നത് തന്നെയാണ് നല്ലത്. എന്തായാലും ഈ രണ്ട് ഫോണുകളിലും Exynosന്റെ 1330 എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. 13 5G ബാൻഡ്സ് ആണ് വരുന്നത്. 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ച് വരുന്നുണ്ട്. 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 50 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 13 MP സെൽഫി ക്യാമറയാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. 6000 mAh ബാറ്ററിയും 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. 12,500 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ ഈ ഫോണുകൾ കിട്ടുന്നുണ്ട്. പിന്നെ വില മാറ്റങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പം ബഡ്ജറ്റ് 15,000 രൂപ പ്രൈസ് റേഞ്ചിലാണെന്നുണ്ടെങ്കിലും ഈ ഫോണുകൾ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്, സാംസങ്ങിൻ്റെ തന്നെ ഫോൺ വേണം എന്നുണ്ടെങ്കിൽ. പിന്നെ ഫീച്ചേഴ്സ് വെച്ച് നോക്കുമ്പോൾ പോക്കോ X5 5G എന്ന സ്മാർട്ട് ഫോൺ 13,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ മെച്ച ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ഇതിൽ വരുന്നുണ്ട്. പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 695 എന്നുള്ള പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. 7 5G ബാൻഡ്സ് ആണ് വരുന്നത്. ഫോണിൻ്റെ പിന്നിൽ 48+8+2 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 13 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 13,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് തന്നെ ഈ ഫോൺ ഇപ്പോൾ കിട്ടുന്നുണ്ട്. പിന്നെ ചില ആൾക്കാർക്ക് പോക്കോ ബ്രാൻഡിങ്ങിൽ ഒരു വിശ്വാസം ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് റെഡ്മി നോട്ട് 12 5G എന്നുള്ള സ്മാർട്ട് ഫോൺ നോക്കാവുന്നതാണ്. ഏകദേശം ഇതിനടുത്ത് വരുന്ന ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. പക്ഷേ പ്രോസസ്സർ സ്നാപ്ഡ്രാഗൺ 4 Gen 1 എന്ന പ്രോസസ്സറാണ് വരുന്നത്. ബാക്കി ഫീച്ചേഴ്സ് സെയിം ആണ്. ആ ഒരു ഫോണിൻ്റെ വില 15,500 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. പിന്നെ ചില ആൾക്കാർക്ക് റിയൽമിയുടെ ഒരു ഫോൺ വേണ്ടി വരും ഈ ഒരു 15,000-16,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ. അങ്ങനെയുള്ളവർക്ക് റിയൽമി നാർസോ 60 എന്നുള്ള സ്മാർട്ട് ഫോൺ നോക്കാവുന്നതാണ്. 6.43 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 5G സപ്പോർട്ടിൻ്റെ കൂടെ AMOLED ഡിസ്പ്ലേയും വരുന്നുണ്ട്. പഞ്ചോൾ ഡിസൈനും 90 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. MediaTek Dimensity 6020 എന്ന പ്രോസസ്സറേ കൊടുത്തിട്ടുള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് പ്രോസസ്സർ ഒന്നുമില്ല. 9 5G ബാൻഡ്സ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 64+2 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ചില ആൾക്കാർക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ iQOOയുടെ ഒരു ഫോൺ വേണം എന്നുണ്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് 16,000 രൂപ പ്രൈസ് റേഞ്ചിൽ iQOO Z7S 5G എന്ന സ്മാർട്ട് ഫോൺ നോക്കാവുന്നതാണ്. ഈ ഒരു ഫോണിൽ 6.38 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനെ ഇതിൽ കൊടുത്തിട്ടുള്ളൂ. ആ കാര്യം ശ്രദ്ധിക്കണം. ഡിസ്പ്ലേയിൽ 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 695 എന്നുള്ള പ്രോസസ്സർ വരുന്നുണ്ട്. 6 5G ബാൻഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. 64+2 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. എടുത്തു പറയേണ്ട കാര്യം മെയിൻ ക്യാമറ സെൻസറിൽ OISന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 16 MP സെൽഫി ക്യാമറ എടുത്തിട്ടുണ്ട്. 4500 mAh ബാറ്ററിയും 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 16,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അവൈലബിൾ ആണ്. പിന്നെ വിവോയുടെ ഫോണാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഇതേ ഫീച്ചേഴ്സുമായിട്ട് വരുന്ന വിവോ T2 5G എന്നുള്ള സ്മാർട്ട് ഫോണും വരുന്നുണ്ട്. പക്ഷേ വില 17,000 രൂപ പ്രൈസ് റേഞ്ചിൽ എത്തുന്നുണ്ട്. പിന്നെ ഫീച്ചേഴ്സ് വെച്ച് നോക്കുമ്പോൾ 17,000 രൂപ പ്രൈസ് റേഞ്ചിൽ പോക്കോ X5 Pro 5G എന്ന ഫോണിൽ വളരെ മികച്ച ഫീച്ചേഴ്സ് വരുന്നുണ്ട്. 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 10-bit ഡിസ്പ്ലേ, ഡോൾബി വിഷൻ ഇതുപോലുള്ള ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 778G എന്ന പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മികച്ചൊരു പ്രോസസ്സറാണ്. 7 5G ബാൻഡ്സ് വരുന്നുണ്ട്.
ഫോണിൻ്റെ പിന്നിൽ 108+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 60 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. 17,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ചില ആൾക്കാർക്ക് സാംസങ്ങിൻ്റെ തന്നെ ഒരു ഫോൺ വേണം എന്നുണ്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് സാംസങ് M34 അല്ലാന്നുണ്ടെങ്കിൽ F34 5G എന്നീ ഫോണുകൾ നോക്കാവുന്നതാണ്. രണ്ടും സെയിം ആയിട്ടുള്ള ഫോണുകൾ തന്നെയാണ്. ഈ രണ്ട് ഫോണുകളിലും 6.4 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടില്ല, വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചേ വരുന്നുള്ളൂ. ആ കാര്യം ശ്രദ്ധിക്കണം. ഡിസ്പ്ലേയിൽ 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എക്സിനോസിൻ്റെ 1280 എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. 11 5G ബാൻഡ്സ് ആണ് വരുന്നത്. ഫോണിൻ്റെ പിന്നിൽ 50+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. മെയിൻ ക്യാമറ സെൻസറിൽ വോയിസിൻ്റെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 13 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ആണ് വരുന്നത്. 6000 mAh ബാറ്ററിയും 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ M34 5G എന്ന സ്മാർട്ട് ഫോൺ ഇപ്പം 16,800 രൂപ പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആണ്. പക്ഷേ F34 എന്ന ഫോണിൻ്റെ വില 20,000 രൂപ പ്രൈസ് റേഞ്ചിലും എത്തുന്നുണ്ട്. വില പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിരിക്കാറുണ്ട്. അപ്പം ഏതിനാണ് വില കുറവ് എന്ന് വെച്ചാൽ ഒരു ഫോൺ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഇൻഫിനിക്സിൻ്റെ ഒരു സ്മാർട്ട് ഫോൺ വേണം എന്നുണ്ടെങ്കിൽ 18,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇൻഫിനിക്സ് Zero 5G 2023 ടെർബോ എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. MediaTek Dimensity 1080 എന്ന പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് വളരെ മികച്ചൊരു പ്രോസസ്സറാണ്. പിന്നെ 6.78 ഇഞ്ചിൻ്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. 50+2+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഈ ഫോണിൽ വരുന്നത്. 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 18,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അവൈലബിൾ ആണ്. പിന്നെ റിയൽമിയുടെ റിയൽമി നാർസോ 50 Pro 5G എന്ന സ്മാർട്ട് ഫോൺ 19,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് കുറച്ച് പഴയ ഫോണാണ് എന്നുണ്ടെങ്കിലും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ നോക്കാവുന്നതാണ്. ഇതിൽ 6.4 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ MediaTek Dimensity 920 എന്ന അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 5 5G ബാൻഡ്സ് ആണ് വരുന്നത്. ഫോണിൻ്റെ പിന്നിൽ 48+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ചില ആൾക്കാർക്ക് OnePlusൻ്റെ തന്നെ ഒരു ഫോൺ വേണം എന്നൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് 20,000 രൂപയ്ക്ക് താഴെ 2 ഓപ്ഷൻസ് വരുന്നുണ്ട്. OnePlus Nord C2 ലൈറ്റും അതുപോലെ തന്നെ OnePlus Nord C3 ലൈറ്റും. ഇതിൽ OnePlus Nord C2 ലൈറ്റിൽ 6.59 ഇഞ്ചിൻ്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Snapdragon 695 എന്നുള്ള പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. 64+2+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. 18,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അവൈലബിൾ ആണ്. പിന്നെ 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ OnePlus Nord C3 ലൈറ്റ് എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. അതിലോട്ട് വരുമ്പോൾ ഡിസ്പ്ലേ സൈസ് കുറച്ചും കൂടി കൂടുന്നതായിരിക്കും. 6.72 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആയിരിക്കും വരിക. പിന്നെ സെയിം പ്രോസസ്സറും ബാക്കി ഡിസ്പ്ലേ ഫീച്ചേഴ്സൊക്കെ സെയിം ആണ്. 108 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ വരുന്നതായിരിക്കും. ബാക്കി ക്യാമറ സെറ്റപ്പ് സെയിം ആണ്. അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള 60 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പം ഈ ഫീച്ചേഴ്സ് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ഈ ഫോൺ നോക്കാവുന്നതാണ്. ഈ ഫോൺ 20,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. പിന്നെ മോട്ടറോളയുടെ ഫോൺ വേണം എന്നുണ്ടെങ്കിൽ Moto G84 5G എന്ന ഫോൺ ഇപ്പം 19,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. 6.55 ഇഞ്ചിൻ്റെ ഫുൾ HD+ POLED ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Snapdragon 695 എന്നുള്ള പ്രോസസ്സറാണ് വരുന്നത്. 14 5G ബാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. മെയിൻ ക്യാമറ സെൻസറിൽ വോയിസിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫ്രണ്ടിൽ 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ആണ് വരുന്നത്. 5000 mAh ബാറ്ററിയും 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 19,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ ഇപ്പം അവൈലബിൾ ആണ്. പിന്നെ 20,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് കേർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഒരു 5G ഫോൺ വേണം എന്നുണ്ടെങ്കിൽ ലാവ അഗ്നി 2 5G എന്ന ഫോൺ ഇപ്പം 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. എടുത്തു പറയേണ്ട കാര്യം, കേർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. 6.78 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 10-bit ഡിസ്പ്ലേക്കാണ് വരുന്നത്. MediaTek Dimensity 7050 എന്ന അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. 13 5G ബാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. 50+8+2+2 മെഗാ പിക്സൽ ക്വാഡ് ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും ഇതിൽ വരുന്നുണ്ട്. 4700 mAh ബാറ്ററിയും 66 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. 20,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ ടെക്നോയുടെ ഒരു ഫോൺ വേണം എന്നുണ്ടെങ്കിൽ ടെക്നോ Camon 20 Pro 5G എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. MediaTek Dimensity 8050 എന്ന പ്രോസസ്സർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് വളരെ മികച്ചൊരു പ്രോസസ്സറാണ്. പിന്നെ 6.67 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ഇതിൽ വരുന്നുണ്ട്.
പഞ്ചോൾ ഡിസൈനും 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 64+2+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഇതിൽ വരുന്നുണ്ട്. മെയിൻ ക്യാമറ സെൻസറിൽ OISന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. 5000 mAh ബാറ്ററിയും 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ MI 11X 5G എന്ന സ്മാർട്ട് ഫോൺ ഇപ്പം 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് കുറച്ച് പഴയ ഫോണാണ്. പഴയ ഫോണുകൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. നല്ല ഫീച്ചേഴ്സ് വരുന്നുണ്ട്. 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ ഡിസൈനും 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൺ 870 എന്ന പ്രോസസ്സർ ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് വളരെ മികച്ചൊരു പ്രോസസ്സർ തന്നെയാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം 2 5G ബാൻഡ്സേ വരുന്നുള്ളൂ. അതുപോലെ തന്നെ 4520 mAh ബാറ്ററി ഇതിൽ കൊടുത്തിട്ടുള്ളൂ. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 48+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 20 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 20,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം ഇതൊക്കെയാണ് 20,000 രൂപയ്ക്ക് താഴെ ഇപ്പോൾ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില ഫോണുകൾ. ഇതിൽ ഞാൻ ഏതെങ്കിലും ഫോണുകൾ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.